നമസ്കാരം. ഭക്തിയുടെയും വിശ്വാസത്തിന്റെയും പേരിൽ ഒരു ഭരണകൂടം തങ്ങളുടെ പൗരന്മാരെ മനഃപൂർവ്വം ദുരിതത്തിലേക്ക് തള്ളിവിടുന്ന കാഴ്ച നമ്മളിപ്പോ കാണുകയാണ്. എങ്കിൽ നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കണം, ഇത് കേരളമാണ്, ശബരിമലയാണ്. പുണ്യപാപങ്ങളുടെ കണക്കെടുക്കാൻ മല ചവിട്ടുന്ന ലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തർ. അവർക്ക് ഈ മണ്ഡലകാലം പുണ്യത്തെക്കാളേറെ ദുരിതമാണ് സമ്മാനിക്കുന്നത്. ഭക്തൻ ദൈവത്തെ കാണാൻ കാത്തു നിൽക്കുന്നത് 10 മണിക്കൂറല്ല, 13 അല്ല, മറിച്ച് 15 മണിക്കൂറിലധികം. 15 മണിക്കൂർ, ഒരു മനുഷ്യായുസിന്റെ ചെറിയൊരു ഭാഗം. കുട്ടികളെയും പ്രായമായവരെയും മുതിർന്ന സ്ത്രീകളെയും ക്യൂവിൽ നിർത്തി അടിസ്ഥാന സൗകര്യങ്ങൾ പോലും നിഷേധിച്ച് ഈ തീർത്ഥാടനത്തെ ഒരു ദുരിത തീർത്ഥാടനമാക്കി മാറ്റിയതിന് പിന്നിൽ ആർക്കാണ് ഉത്തരവാദിത്തം? സന്നിധാനത്തേക്ക് ഭക്തജന പ്രവാഹം ഉണ്ടാകുമെന്ന് സർക്കാരിനും ദേവസ്വം ബോർഡിനും അറിയാമായിരുന്നിട്ടും എന്തുകൊണ്ട് ഇവർ പരാജയപ്പെട്ടു? എന്തുകൊണ്ട് ഈ ഭരണകൂടം എല്ലാ വർഷവും ഇത് പഠിക്കാതെ പോകുന്നു? കേരളത്തിന്റെ പൊതുഭരണ സംവിധാനങ്ങളുടെ പിടിപ്പുകേട് ഇത്രയും ഭീകരമായി തുറന്നു കാട്ടപ്പെടുന്ന ഒരു കാലം സമീപകാലത്തൊന്നും ഉണ്ടായിട്ടില്ല. എല്ലാം സുഗമമാണ് എന്ന് പോലീസ് പറയുമ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെ ഭയപ്പെടുന്നുവെങ്കിൽ അവിടെ ഭരണകൂടം പറയുന്നതോ സത്യം, അതോ ഭക്തർ അനുഭവിക്കുന്നതാണോ സത്യം? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ഒരുപാട് വാർത്താ വിവരങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടെ പുറത്തു വരുന്നത് ഭരണപരമായ വീഴ്ചയുടെയും ഏകോപനമില്ലായ്മയുടെയും ഞെട്ടിപ്പിക്കുന്ന കഥകളാണ്. നമ്മുടെ ചർച്ച തുടങ്ങേണ്ടത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാറിന്റെ ഞെട്ടിപ്പിക്കുന്ന വാക്കുകളിൽ നിന്ന് തന്നെയാകാം. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഭരണകൂടത്തിന്റെ പരാജയത്തെ തന്നെയാണ് അടിവരയിട്ട് കാണിക്കുന്നത്. ലോവർ തിരുമുറ്റത്തെ തിരക്ക് കണ്ട് ഞാൻ തന്നെ ആശങ്കപ്പെടുന്നു. ഒരു ഭരണപരമായ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ആ സ്ഥാപനത്തിന്റെ തലവൻ തന്നെ ഭയം പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ അവിടെ സുരക്ഷിതത്വത്തെക്കുറിച്ചും ക്രമീകരണങ്ങളെക്കുറിച്ചും നമ്മൾ എന്താണ് വിശ്വസിക്കേണ്ടത്? പരാജയപ്പെട്ട ക്രമീകരണം, അതായത് ചന്ദ്രാനന്ദൻ റോഡ് വഴി ആളുകൾ നിയന്ത്രണം വിട്ട് ചാടി എത്തുകയാണ്. ഇതാണ് ജയകുമാറിനെ ആശങ്കപ്പെടുത്തുന്നത്. ഇത് പോലീസിന്റെ നിയന്ത്രണ സംവിധാനം പൂർണ്ണമായും തകർന്നു എന്നതിന്റെ തെളിവാണ്. ആദ്യ ദിവസങ്ങളിലെ തിരക്ക് വൃശ്ചികം 2-ാം തീയതി സാധാരണ കാണാത്ത തിരക്കാണ് ഇത്തവണ അനുഭവപ്പെട്ടത് എന്ന് അദ്ദേഹം തന്നെ സമ്മതിക്കുന്നുണ്ട്. എന്നിട്ടും മുന്നൊരുക്കങ്ങളെല്ലാം പാളിപ്പോയി. അടിസ്ഥാന സൗകര്യങ്ങളുടെ തകർച്ച, ദേവസ്വം ജീവനക്കാർക്ക് മെസ് സൗകര്യമില്ല, തീർത്ഥാടകരെ സഹായിക്കാൻ നിൽക്കുന്നവർക്ക് പോലും സൗകര്യമൊന്നുമില്ലെങ്കിൽ സാധാരണ ഭക്തന്റെ അവസ്ഥ എന്താണ്? ശുചിമുറികൾ വൃത്തിയാക്കാൻ സംവിധാനമില്ല, കുടിവെള്ള വിതരണം താളം തെറ്റി. ഇതെല്ലാം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പരസ്യമായി സമ്മതിച്ച കാര്യങ്ങളാണ്. പോലീസിനുള്ള കത്ത് നോക്കുമ്പോൾ പമ്പയിലേക്ക് ഭക്തരെ വിടുന്നതിൽ നിയന്ത്രണം ഏർപ്പെടുത്തണമെന്ന് അദ്ദേഹം പോലീസിന് കത്ത് നൽകേണ്ടി വന്നു. ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് ദേവസ്വം ബോർഡിന് പോലും പോലീസ് ക്രമീകരണങ്ങളിൽ വിശ്വാസം നഷ്ടപ്പെട്ടു എന്നാണ്. കെ ജയകുമാറിനെ ഭക്തക്ഷേമത്തിനായി കൊണ്ടുവന്നിട്ടും പുറത്തേക്ക് വരുന്നത് ദുരിത വാർത്തകൾ മാത്രമാണ്. കാരണം ഭരണപരമായ വീഴ്ചകൾ ഒരു വ്യക്തി മാറിയത് കൊണ്ട് മാത്രം പരിഹരിക്കാൻ കഴിയുന്നതല്ലല്ലോ. സിസ്റ്റം പാളിയിരിക്കുന്നു, ഭരണകൂടം പാളിയിരിക്കുന്നു. ശബരിമലയിലെ തിരക്ക് നിയന്ത്രണത്തിന്റെ ചുമതല പ്രധാനമായും സംസ്ഥാന പോലീസിനാണ്. ഈ വകുപ്പ് ഭരിക്കുന്നത് ആരാണെന്ന് നമുക്കറിയാം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ, അതെ, ആഭ്യന്തരമന്ത്രിയും അദ്ദേഹം തന്നെ. അതുകൊണ്ട് ഈ ദുരിതയാത്രയുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം അദ്ദേഹത്തിന്റെ ആഭ്യന്തര വകുപ്പിനാണ്. ഇനി നമുക്ക് നിയമലംഘനങ്ങളെ കുറിച്ച് നോക്കാം. മരക്കൂട്ടത്തും പമ്പയിലും ഭക്തർ പോലീസ് നിയന്ത്രണങ്ങൾ മറികടന്നു. ഇത് കേവലം തിരക്ക് എന്നതിലുപരി ക്രമസമാധാന പാലനത്തിന്റെ പരാജയമാണ്. നിലയ്ക്കലിലെ പാളിച്ച. മുൻ വർഷങ്ങളിൽ നിലവിലുണ്ടായിരുന്ന തിരക്ക് നിയന്ത്രിക്കാനായി ബാരിക്കേഡ് വെച്ചുള്ള ക്രമീകരണങ്ങൾ ഇത്തവണ നിലയ്ക്കലിൽ ഏർപ്പെടുത്തിയിട്ടില്ല. ഇത് തന്നെയാണ് തീർത്ഥാടകരുടെ തിക്കിനും തിരക്കിനും പ്രധാനപ്പെട്ട കാരണം. ഇത് മനഃപൂർവ്വമുള്ള അലംഭാവമാണോ അതോ വിവരമില്ലായ്മയാണോ? പോലീസ് എണ്ണത്തിലെ കുറവ്. സുരക്ഷാ ക്രമീകരണങ്ങൾക്കായി നിയോഗിച്ച ഉദ്യോഗസ്ഥരുടെ എണ്ണത്തിൽ കാര്യമായ കുറവുണ്ടെന്ന് റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. ADGP 18,000 പേരെ നിയോഗിച്ചെന്ന് അവകാശപ്പെടുമ്പോഴും ഗ്രൗണ്ട് റിയാലിറ്റി മറ്റൊന്നാണ്. കേന്ദ്ര സേനകളുടെ അഭാവവും. ഇതെല്ലാം നമുക്ക് പറയാതിരിക്കാനാകില്ല, അത്രത്തോളം തകർന്നിരിക്കുകയാണ് സിസ്റ്റം. തിരക്ക് നിയന്ത്രിക്കാൻ ആവശ്യമായ NDRF, RAF തുടങ്ങിയ കേന്ദ്ര സേനകളെ സമയബന്ധിതമായി വിന്യസിച്ചിട്ടില്ല. സംസ്ഥാന ആഭ്യന്തര വകുപ്പ് കത്തയച്ചിട്ടും മണ്ഡലകാലം തുടങ്ങുന്ന ദിവസം മുതൽ സേനകൾ ഉണ്ടാകേണ്ട പതിവ് ഇത്തവണ തെറ്റി. ഒരുപാട് പേർ മല ചവിട്ടുമെന്ന് അറിയാമായിരുന്നിട്ടും സർക്കാർ എന്തിനു വേണ്ടിയാണ് ഈ അപകടകരമായ കാലതാമസം വരുത്തിയത്? ഇത് മനഃപൂർവ്വം തന്നെയാണോ എന്നാണ് ഒരു വിഭാഗം ചോദിക്കുന്നത്. ഇത് തീർത്ഥാടകരുടെ സുരക്ഷയുമായുള്ള അവഹേളനമാണ്. പോലീസിന്റെ ഭാവം എന്താണ്? എല്ലാം സുഗമമെന്ന് പോലീസ് പറയുമ്പോൾ 15 മണിക്കൂർ ക്യൂവിൽ നിൽക്കുന്ന ഭക്തന്റെ കണ്ണ് നിറയുന്നത് ആര് കാണാനാണ്? യഥാർത്ഥ പ്രശ്നം മറച്ചു വെച്ച് നല്ലതുകൾ മാത്രം അവതരിപ്പിക്കാനുള്ള ഒരു ശ്രമം ഈ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും നടക്കുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഒരു തീർത്ഥാടകന്റെ ഏറ്റവും അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ കഴിയാത്ത ഭരണകൂടം പിന്നെ എന്തിനാണ് ലക്ഷക്കണക്കിന് രൂപ വരുമാനം വാങ്ങുന്നത്? 15 മണിക്കൂർ ക്യൂ നിൽക്കുന്നത് ഒരു തീർത്ഥാടകനെ സംബന്ധിച്ച് വിശ്വാസത്തിന്റെ ഭാഗമാകാം. പക്ഷേ ഈ സമയത്ത് അവർക്ക് കുടിവെള്ളവും ശുചിമുറി സൗകര്യവും നിഷേധിക്കപ്പെടുന്നത് ഭരണകൂടത്തിന്റെ പരാജയം തന്നെയാണ്. ദാഹിച്ചു വലയുന്ന ഭക്തർ,
അതായത് ശബരിമലയിൽ പ്ലാസ്റ്റിക് നിരോധനം മികച്ച ആശയമാണ്, എന്നാൽ അതിനൊരു ബദൽ സംവിധാനം ഒരുക്കേണ്ടത് ദേവസ്വം ബോർഡിന്റെ കടമയല്ലേ? കുടിവെള്ളം നൽകാനുള്ള സംവിധാനം കുറവാണ്, ചൂടുവെള്ളം കിട്ടാനില്ല, പാളിയ ലഘുഭക്ഷണ വിതരണം, മുമ്പ് സ്പോൺസർമാർ നൽകിയിരുന്ന ബിസ്ക്കറ്റ് വിതരണം നിലച്ചു, ചുക്കുകാപ്പി വിതരണം നിലച്ചു. അതെല്ലാം വേണ്ടെന്ന് വെച്ചത് ഇവർ തന്നെയാണ്. എന്നിട്ട് ഇവർ വല്ല ബദൽ സംവിധാനവും സ്വീകരിച്ചോ? ഇല്ല. വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ സ്പോൺസർമാർക്ക് ആശങ്ക ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് സ്വന്തമായ ഒരു സൗകര്യങ്ങൾ ചെയ്യാൻ എന്തുകൊണ്ട് ദേവസ്വം ബോർഡിന് സാധിച്ചില്ല? ശുചിമുറി ദുരിതം, അതായത് സ്ഥാപിച്ച പല ബയോ ടോയ്ലറ്റുകളിലെയും വെള്ളത്തിന്റെ കണക്ഷൻ കൊടുത്തിട്ടില്ല. ഇത് ഏറ്റവും വലിയ വീഴ്ചയാണ്. ടോയ്ലറ്റുകളിലേക്ക് വെള്ളം കൊടുക്കാതിരുന്നിട്ട് അത് സ്ഥാപിച്ചു വെച്ചിട്ട് എന്ത് അർത്ഥമാണുള്ളത്? എന്തിനു വേണ്ടിയാണ് ഇതെല്ലാം? കുട്ടികളും പ്രായമായ സ്ത്രീകളും അടക്കം മണിക്കൂറുകളോളം ക്യൂവിൽ നിന്ന് ഒടുവിൽ പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ കഴിയാതെ വലയുകയാണ്. അയ്യപ്പ സേവാ സമാജത്തെ ഒഴിവാക്കിയതിന് വിമർശനം, അതായത് ഭക്തരെ സേവിക്കാൻ സന്നദ്ധരായി എത്തുന്ന സംഘടനകളെ എല്ലാം മാറ്റി നിർത്തി എല്ലാ ഉത്തരവാദിത്വവും ദേവസ്വം ബോർഡ് ഏറ്റെടുത്തു. ഫലം എന്താണ്? സകല പദ്ധതികളും പാളി. ഒരു ഭരണകൂടത്തിന് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധിക്കില്ല. സഹായം സ്വീകരിക്കാനുള്ള വിനയമെങ്കിലും ഈ സ്ഥാപനങ്ങൾക്ക് ഉണ്ടാകേണ്ടതല്ലേ? വെർച്വൽ ക്യൂവിന്റെ ദുരവസ്ഥ. വെർച്വൽ ക്യൂവിലൂടെ ബുക്ക് ചെയ്ത് 70,000 പേരും സ്പോട്ട് ബുക്കിംഗ് വഴിയുള്ള 20,000 പേരും ഉൾപ്പെടെ 90,000 പേർക്കാണ് ഒരു ദിവസം ദർശനം അനുവദിച്ചത്. എന്നിട്ടും 15 മണിക്കൂർ ക്യൂ നിൽക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ടിക്കറ്റ് അനുവദിച്ചതിൽ ക്രമക്കേടുണ്ട്, അല്ലെങ്കിൽ തിരക്ക് നിയന്ത്രിക്കാൻ പോലീസിന് അറിയില്ല. മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിനായി നട തുറന്ന ആദ്യ ദിവസങ്ങളിൽ തന്നെ ഇതാണ് അവസ്ഥയെങ്കിൽ ഇനി വരാനിരിക്കുന്ന അവധി ദിവസങ്ങളിലും തീവ്രമായി തിക്കിലും തിരക്കിലും ഈ ഭരണകൂടം എന്ത് മറുപടിയാണ് നൽകാൻ പോകുന്നത്? ഭക്തരെ ക്യൂവിൽ നിർത്തി കഷ്ടപ്പെടുത്തുന്നതിലൂടെ ദേവസ്വം ബോർഡിന് ലഭിക്കുന്ന വരുമാനം തിരിച്ച് അവർക്ക് സൗകര്യങ്ങൾ ഒരുക്കാൻ ഉപയോഗിക്കേണ്ടേ? എന്തൊരവസ്ഥയാണ് സത്യം പറഞ്ഞാൽ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? പോലീസ് നിയന്ത്രണം പാളിയതിന് ആഭ്യന്തര വകുപ്പ് ആർക്കുമേലാണ് നടപടിയെടുക്കുക? ഇത് രാഷ്ട്രീയ പോരാട്ടത്തിന്റെ വേദിയല്ല. ഇത് വിശ്വാസികളുടെ അടിസ്ഥാനപരമായ അവകാശങ്ങളുടെ ചോദ്യമാണ്. ഭക്തർക്ക് സുഗമമായ തീർത്ഥാടനം ഉറപ്പാക്കുന്നതിൽ കേരളത്തിലെ പിണറായി സർക്കാർ അതിന്റെ എല്ലാ സംവിധാനങ്ങളോടും പരാജയപ്പെട്ടിരിക്കുകയാണ്. വിശ്വാസികളെ ദുരിതത്തിലാക്കുന്ന ഈ അവസ്ഥയ്ക്ക് അടിയന്തരമായി ഒരു പരിഹാരം ഉണ്ടാകണം. അല്ലാത്ത പക്ഷം ഈ മണ്ഡലകാലം കേരള ചരിത്രത്തിലെ ദുരിത തീർത്ഥാടനത്തിന്റെ കാലമായി രേഖപ്പെടുത്തപ്പെടും. എന്തായാലും ഈ ദുരിതത്തെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ദേവസ്വം ബോർഡിന്റെ ഈ ഒരു അലംഭാവത്തെ, അവരുടെ ഈ ഒരു കഴിവുകേടിനെ, അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വാർത്തയും വിഷയവുമായി വീണ്ടും എത്തും വരെ നന്ദി.